കൂട്ടുകാരെ എല്ലാവർക്കും ആശ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് ടീച്ചർ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. 4ാം ക്ലാസ്സിലെ കൂട്ടുകാരെ ഇന്ന് മലയാളം എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുമായിരിക്കും? എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? എക്സാം ഈസി ആയിരുന്നോ? ആണെങ്കിൽ ആ കാര്യം നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് എക്സാം കുറച്ചൊരു പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ഇനി നമുക്ക് എക്സാം വരാനുണ്ട് അല്ലേ? നാളെ നമുക്ക് ഇംഗ്ലീഷ് ആണ് പരീക്ഷ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇംഗ്ലീഷ് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ഒന്ന് മേടിക്കാം അല്ലേ? വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് മക്കളുടെ നാളത്തെ ഇംഗ്ലീഷ് പരീക്ഷയിലേക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൂടി പറഞ്ഞു തരാനായിട്ടാണ് കേട്ടോ. എല്ലാ മക്കളും റെഡിയല്ലേ? നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ടീച്ചർക്ക് ഒരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി ആവണമെങ്കിൽ നമ്മൾ 1 lakh സബ്സ്ക്രൈബേഴ്സ് ആവും കേട്ടോ. 1 lakh സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഫാമിലി ആയിട്ട് മാറും. അപ്പൊ എന്ത് ചെയ്യാ? പുതുതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആയിട്ട് മറക്കല്ലേ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷിൽ എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. മക്കൾക്ക് ഒരു സ്റ്റോറി വായിക്കാനായിട്ട് തരും. ചിലപ്പോൾ ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ സ്റ്റോറി ഉണ്ടായിരിക്കില്ല. ടീച്ചർ നിങ്ങൾക്ക് വായിച്ചു തരികയാണ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അതിനെല്ലാം ആൻസർ എഴുതുക കേട്ടോ. ഇപ്പൊ മിക്കപ്പോഴും നിങ്ങൾക്ക് ലിസൺ ആൻഡ് റൈറ്റ് എന്നുള്ള രീതിയിലാണ് ഒരു ആക്ടിവിറ്റി കണ്ടുവരാറുള്ളത്. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ആ സ്റ്റോറി തന്നിട്ടുണ്ടായിരിക്കില്ല. പകരം ടീച്ചർ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറി പറഞ്ഞു തരും. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പൊ ടീച്ചർ പറഞ്ഞത് കേട്ടിട്ട് മക്കൾ എന്ത് ചെയ്യുക? അതിനനുസരിച്ച് ആ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക കേട്ടോ. അപ്പൊ മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ടീച്ചർ നിങ്ങൾക്ക് ഒരു 1 or 2 പ്രാവശ്യമൊക്കെ ആ ഒരു സ്റ്റോറി പറഞ്ഞു തരുള്ളൂ. കാര്യം ഒരുപാട് പ്രാവശ്യം വായിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല അല്ലെ? അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ടീച്ചർ ആദ്യം നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറി പറഞ്ഞു തന്നതിന് ശേഷം പെട്ടെന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ആ ഒരു സ്റ്റോറിയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് എന്ത് ചെയ്യാം? പിന്നീട് ഒരു പ്രാവശ്യം കൂടി ടീച്ചർ ആ ഒരു സ്റ്റോറി വായിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എനിക്ക് മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഭാഗത്തുനിന്ന് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. 5 മാർക്കായിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യന് വില ഉണ്ടായിരിക്കുക. അപ്പൊ എല്ലാ മക്കളും ടീച്ചർ പറഞ്ഞ പോലെ കേൾക്കില്ലേ? നിങ്ങളുടെ ടീച്ചർ പറയുന്ന സമയത്ത് സ്റ്റോറി നന്നായിട്ട് തന്നെ കേട്ടിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് ഇംഗ്ലീഷിൽ വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. പിക്ചർ ഡിസ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിക്ചർ തന്നിട്ട് ആ ഒരു പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനായിട്ട് മക്കളടുത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ മുന്നേ 2 പ്രാവശ്യങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പിക്ചർ എന്ന് പറയുന്നത് നമ്മൾ മരം വെട്ടി മുറിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പിക്ചേഴ്സ് ആയിരുന്നു കേട്ടോ. ഒരു പ്രാവശ്യം വന്നത് ഒരു കാട്ടിൽ ഒരുപാട് ആളുകൾ ചേർന്നിട്ട് എന്ത് ചെയ്യാണ്? അവിടെയുള്ള മരങ്ങളെല്ലാം വെട്ടിമുറിക്കുന്ന ഒരു പിക്ചർ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ മരങ്ങളൊക്കെ വെട്ടിമുറിക്കുന്ന സമയത്ത് പക്ഷികളൊക്കെ എന്ത് ചെയ്യാണ്? അവരുടെ ജീവനും കൊണ്ടിട്ട് വേഗം കൂട്ടിൽ നിന്ന് പറന്ന് പോകുന്ന ഒരു പിക്ചർ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പ്രാവശ്യം തന്നിട്ടുണ്ടായിരുന്നത് ഒരു മരം വെട്ടിമുറിച്ച് അവിടെ ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം മരം വെട്ടുകാരൻ ദൂരേക്ക് നടന്നു പോകുന്നുണ്ട്. ഒരു കിളി എന്ത് ചെയ്യാണ്? വിഷമിച്ച് ആ മുറിച്ചിട്ട മരത്തിന്മേൽ വന്നിരിക്കുകയാണ്. പിന്നെ ആണെങ്കിൽ അടുത്ത് വീണ് കിടക്കുന്ന ആ കൊമ്പിലാണെങ്കിൽ എന്തുണ്ടായിരുന്നു? ആ കിളിയുടെ കൂടും അതിലുള്ള തന്റെ മുട്ടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലായിരുന്നു പിക്ചർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ആ 2 പ്രാവശ്യം നമുക്ക് വന്നത് ഈ മരം വെട്ടി നശിപ്പിക്കുന്നതും അതുപോലെ തന്നെ അങ്ങനെ മരം മുറിക്കുന്നതിലൂടെ സ്വന്തം വീടുകൾ അഥവാ കൂടുകളൊക്കെ നഷ്ടപ്പെട്ട് വിഷമിക്കുന്ന ജീവികളുടെ ചിത്രങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പിക്ചർ ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പിക്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പിക്ചേഴ്സ് ഈ വർഷവും ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? അത്തരത്തിലൊരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് പോവുക കേട്ടോ. ഇനിയിപ്പോ അതല്ല, ഇനി വേറെ എന്തും ആയിക്കോട്ടെ, മക്കൾക്ക് എന്തുണ്ടായിരിക്കും? ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ എന്ത് ചെയ്യുക? അതൊന്ന് നോക്കിയിട്ട് പോവാ. പിന്നെ ടീച്ചർ നമ്മുടെ ചാനലിൽ തന്നെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ മക്കൾക്ക് ഇത്തരത്തിൽ പിക്ചർ ഡിസ്ക്രിപ്ഷന്റെ പിക്ചേഴ്സ് ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോസ് ഒക്കെ കാണുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ പിക്ചേഴ്സ് തന്നിട്ടാണ് പൊതുവെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട് പറയാ എന്നുള്ളത്. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോസ്റ്റർ തയ്യാറാക്കാനാണ് കേട്ടോ. അത് നമുക്ക് എപ്പോഴും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ പോസ്റ്റർ നമുക്ക് മിക്കപ്പോഴും കണ്ടുവരുന്നത് ഈ മരം വെട്ടി മുറിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മക്കൾ എന്ത് ശ്രദ്ധിക്കണം? പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഇപ്പൊ ഈ മരം മുറിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു പോസ്റ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചിത്രങ്ങൾ വേണം വരച്ചു ചേർക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുകയും അതിന് നിറം നൽകുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മക്കൾക്ക് അത് കൂടുതൽ മാർക്ക് നേടാനായിട്ട് നിങ്ങളെ അത് സഹായിക്കും കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ഒരു പോസ്റ്ററൊക്കെ തയ്യാറാക്കാനായിട്ട് പഠിച്ചിട്ട് പോവാ കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺവെർസേഷൻ എഴുതാനാണ് കേട്ടോ.
അപ്പൊ നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള കോൺവെർസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മദറും അതുപോലെ തന്നെ നമ്മുടെ റോയില്ലേ ഫെയർ ഗ്രൗണ്ടിൽ നിന്ന് നമ്മുടെ റോയി എന്തായി പോയിട്ടുണ്ടായിരുന്നു, മിസ്സായി പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ മദറും അതുപോലെ തന്നെ അവിടെയുള്ള ഒരു പോലീസ് മാനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ മുന്നേ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചാപ്റ്ററിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഒരു പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ റോയിയുടെ ഫാദറും അതുപോലെ തന്നെ ഈ അവന് മിസ്സായിട്ടുള്ള കാര്യം എന്ത് ചെയ്തു, അവിടെ ആ പ്രോഗ്രാം കമ്മിറ്റിയിലെ ആളുകൾ ഉണ്ടായിരിക്കില്ലേ, ആ കമ്മിറ്റിയിലെ ഒരാളുമായിട്ട് നമ്മുടെ ഫാദർ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ആയിരുന്നു പിന്നെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഫാദർ വന്നിട്ട് പറയാണ്, എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന രീതിയിൽ എന്ത് ചെയ്തു ഒരു ഡയലോഗ് നമുക്ക് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ അതില് ഫാദർ പോയിട്ട് പോലീസ്മാന്റെ അടുത്ത് പറയാണ്, എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, ഐ ലോസ്റ്റ് മൈ ചൈൽഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലായിരുന്നു ആ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിനുശേഷം അവരെന്തൊക്കെയായിരുന്നു സംസാരിച്ചത് എന്നൊക്കെ കണ്ടെത്തിയിട്ട് മക്കളടുത്ത് കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സാമിന് ഒരു കോൺവെർസേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അത് ടീച്ചർ പറഞ്ഞല്ലോ, എപ്പോഴും നമുക്ക് ആ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ചോദിക്കാറുള്ളത്. ഓക്കെ മക്കളെ, അപ്പൊ അതിനൊന്ന് മക്കള് തയ്യാറായിട്ട് പോവാ കേട്ടോ. പിന്നെ നമുക്ക് വരുന്ന മറ്റൊരു ചോദ്യമാണ് ക്രോസ് വേർഡ് പസിൽ കേട്ടോ. ക്രോസ് വേർഡ് പസിൽ നമുക്ക് നമ്മുടെ എക്സാമിന് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അത് നമ്മുടെ ഇവാന്റെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമുക്ക് ആ ഒരു ക്രോസ് വേർഡ് പസിൽ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ നമ്മുടെ ചാപ്റ്ററിലുള്ള കുറച്ച് സെന്റൻസ് ഒക്കെ ഉണ്ടാവില്ല നമ്മുടെ ആ ഒരു സ്റ്റോറിയിലുള്ള. അപ്പൊ ആ ഒരു സെന്റൻസ് തന്നിട്ട് അതിൽ ചില വേർഡ്സ് ഒക്കെ എന്തായിരുന്നു, മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഭാഗം ഫില്ല് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ആ ഫില്ല് ചെയ്ത് കിട്ടുന്ന ആൻസർ നമുക്ക് എവിടെ നമ്മൾ എഴുതി കൊടുക്കണം, നമുക്ക് തന്നിട്ടുള്ള ആ ഒരു പസിലിൽ എഴുതി കൊടുക്കണം. അപ്പൊ പസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, ഇതുപോലെ ഇങ്ങനെ കോളങ്ങളൊക്കെ തന്നിട്ടുള്ള ഇതില്ലേ, ഇതാണ് നമ്മൾ പസിൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ സ്റ്റോറിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ സെന്റൻസ് ആക്കി തന്നിട്ട് അപ്പൊ അതിലുള്ള കുറച്ച് വേർഡ്സ് ഒക്കെ ചെയ്തു മിസ്സായി പോയിട്ട് അവിടെ ഫില്ല് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഫില്ല് ചെയ്ത ഭാഗം എന്ത് ചെയ്യാനാ, അപ്പൊ ഇതിലേക്ക് എഴുതി കൊടുക്കും. അപ്പൊ ഇവാൻ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം അതെന്ത് ചെയ്യുക, ആ വേർഡ് എടുത്തിട്ട് നമ്മൾ ആ ഒരു പസിലോട്ട് എഴുതുക കേട്ടോ. അപ്പൊ മക്കൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ പഠിച്ചിട്ടുള്ള ആ സ്റ്റോറി നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനോട്ട് ആവശ്യമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, ആ ചാപ്റ്റേഴ്സ് ഇന്ന് രാത്രി ഇരുന്നിട്ട് ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. നമുക്ക് ആ ഒരു സ്റ്റോറിയിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് എക്സാം നല്ല രീതിയിൽ എഴുതാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പൊ അത് നമുക്ക് മറ്റൊരു കാര്യത്തിലൂടെ വരുന്നുണ്ട്. അപ്പൊ ടീച്ചർ അതിലേക്ക് പോയ ഇവന്റ്സ് ടീച്ചർ ലാസ്റ്റ് പറയാനായിട്ട് വെച്ചതായിരുന്നു. ഈ ഇവന്റ്സ് ക്രോസ് വേർഡ് പസിലൊക്കെ നമുക്ക് മുന്നേ ചോദിച്ചിട്ടുള്ളത് അനുസരിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലുള്ള ആ ഒരു സ്റ്റോറി കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു രണ്ട് ആക്ടിവിറ്റി നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഇവന്റ്സ് എന്ന് ടീച്ചർ എഴുതിയത് എന്താണെന്നറിയോ, നമ്മുടെ സ്റ്റോറിയിലുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും തരും. സ്റ്റോറിയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തരും ഏതെങ്കിലും ഒരു ചാപ്റ്ററായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. എന്നിട്ട് ആ ഇവന്റ്സിനെ ആ സംഭവങ്ങളെ കറക്റ്റ് ഓർഡറിൽ എഴുതാനായിട്ട് പറയും. ജമ്പിൾഡ് ഓർഡറിലായിരിക്കും നമുക്ക് തരിക. എന്നിട്ട് ഇവന്റ്സിനെ കറക്റ്റ് ഓർഡറിൽ മാറ്റി എഴുതാനായിട്ട് പറയും കേട്ടോ. അപ്പൊ അത് നമുക്ക് എന്തറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ, നമ്മുടെ സ്റ്റോറിയിലുള്ള ഓരോ ഇവന്റ്സും എപ്പോഴൊക്കെയാണ് നടന്നത് എന്ന് കൂട്ടുകാർക്ക് കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ടീച്ചർ നേരത്തെ പറഞ്ഞ ക്രോസ് വേർഡ് പസിൽ. അവിടെയും സ്റ്റോറിയിൽ എന്തെങ്കിലും ഇവന്റ്സ് ഫില്ല് ചെയ്യാനായിട്ട് തരികയാണെങ്കിൽ നമുക്ക് എന്തറിയണം, സ്റ്റോറി നന്നായിട്ട് അറിയണം. അപ്പൊ മക്കൾ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക, 1 or 2 പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ നാളത്തെ എക്സാമിന് പോകുന്നതിന്റെ മുന്നേട്ട് വായിച്ചു നോക്കുക കേട്ടോ. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ ഇവന്റ്സ് കറക്റ്റ് ഓർഡറിലാക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളതും മുന്നേ ഒരു പ്രാവശ്യം നമ്മുടെ ഇവാന്റെ സ്റ്റോറിയിലെ ആ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ഇവന്റ്സ് ഒക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം മക്കള്, ആ ഭാഗം ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് പോവാം. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് വരുന്ന മറ്റൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് തോട്ടാണ് കേട്ടോ. തോട്ട് എഴുതാനായിട്ട് ഉണ്ടാക്കി. അത് നമുക്ക് എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് തോട്ട് എഴുതാനായിട്ട്. അത് നമുക്ക് മുന്നേ ചോദിച്ചത് നമ്മുടെ ഇവാന്റെ തോട്ട് എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവാന്റെ മക്കൾക്ക് അറിയാലോ, നമ്മുടെ ഇവാൻ എന്തായിട്ടുണ്ട്, ഇവാന് അവസാനം എന്തായി മാറി, കിങ് ആയിട്ട് മാറി അല്ലേ. അപ്പൊ അവൻ എന്ത് ചെയ്യാണ്, ഭയങ്കര ഹാപ്പിയാണ്. കിങ് ആയിട്ട് മാറിയതിൽ അവന് ഒത്തിരി സന്തോഷവാനാണ്. അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവന് അവന്റെ ചൈൽഡ്ഹുഡിനെ പറ്റിയിട്ട് ഓർമ്മ വന്നത്. അതായത് കുട്ടിക്കാലത്തെ കുറിച്ച് ഓർമ്മ വന്നത്. കുട്ടിക്കാലത്ത് അവൻ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അവൻ എന്തൊക്കെയായിരിക്കും ആ ഒരു സമയം ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്നതായിരുന്നു മക്കളടുത്ത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അതിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാനായിട്ട് ഒരു ചിത്രവും അവിടെ തന്നിട്ടുണ്ടായിരുന്നു. അതായത് അവന്റെ കുട്ടിക്കാലത്തെ ഓരോരോ അനുഭവങ്ങൾ ഓരോരോ ചിത്രങ്ങളായിട്ടൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം, ഒരു തോട്ട് എഴുതാനായിട്ടൊന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. അത് ടീച്ചർ പറഞ്ഞല്ലോ, 1 or 2 പ്രാവശ്യം ഞാൻ ഇവാനുമായിട്ട് ബന്ധപ്പെടുത്തി ഇവാന്റെ തോട്ടായിരുന്നു എഴുതാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു പാഠത്തിന് കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക കേട്ടോ. കുറെ ക്വസ്റ്റ്യൻസ് ആ ഒരു ചാപ്റ്റർ നമുക്ക് കണ്ടുവരാറുണ്ട്. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് കേട്ടോ. നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു, ലിസൺ ആൻഡ് ഡ്രോ പറഞ്ഞു അല്ലെ.
പിന്നെ അതുപോലെ പിക്ചർ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും, ഒരു പോസ്റ്റർ തയ്യാറാക്കാനുണ്ടായിരിക്കും, കോൺവെർസേഷൻ ഉണ്ടായിരിക്കും, ക്രോസ് വേർഡ് പസിൽ, അതുപോലെ തന്നെ തോട്ട്, പിന്നെ ഇവന്റ്സിൽ എന്ത് ചെയ്യുക കറക്റ്റ് ഓർഡറിൽ മാറ്റി എഴുതാനായിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങളുടെ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് മക്കള് പഠിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ടീച്ചർ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ കാണാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ നാളത്തെ എക്സാമിന് വേണ്ടി തയ്യാറാവുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.